ഈ വിവാഹം കഴിയാത്ത ആളുകളെല്ലാം സ്ഥിരമായിട്ട്, അതായത് പൂജ കഴിക്കുകയാണെങ്കിൽ വിവാഹം നടക്കും എന്നാണ് ഇവിടെ അനുഭവപ്പെട്ടവർ പറഞ്ഞിരിക്കുന്നത്. നമസ്കാരം, സുധീഷ് ചെമ്പശ്ശേരിയാണ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയില് ഒറ്റപ്പാലം മണ്ണാർക്കാട് റൂട്ടില് അമ്പലപ്പാറ എന്ന സ്ഥലത്ത് നിന്ന് ഒരു 300 മീറ്ററോളം യാത്ര ചെയ്താൽ കാണാവുന്ന അറവക്കാട്ടപ്പൻ ശിവക്ഷേത്രത്തിലാണ് കേട്ടോ. ഒരുപാട് ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. അതിപുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഞാൻ ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചു പറഞ്ഞുതരാം. അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മളെ അമ്പലങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ. അപ്പൊ ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത്. അപ്പൊ ഞാൻ ഇതിന്റെ ഈ വീഡിയോയുടെ ഐതിഹ്യത്തിനും ചരിത്രത്തിനും നടക്കാം. ഓക്കെ, ഇതാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം മണ്ണാർക്കാട് റൂട്ടിൽ അമ്പലപ്പാറയിൽ നിന്നും 300 മീറ്റർ ദൂരം യാത്ര ചെയ്താൽ കാണുന്ന ശ്രീ അറവക്കാട്ടപ്പൻ ശിവക്ഷേത്രം. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി തന്നെ മനോഹരമായ ഒരു ആലും അതിനോട് ചേർന്ന് തന്നെ സർപ്പപ്രതിഷ്ഠയും മനോഹരമായ ഒരു ദൃശ്യവിസ്മയം തന്നെയാണ്. ക്ഷേത്രത്തിന് ഏകദേശം 500 വർഷത്തോളം പഴക്കം കണക്കാക്കുന്നുണ്ട്. കാവുങ്കൽ മനക്കാരാണ് ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാർ. ശിവരാത്രിക്ക് പുറമെ തിരുവാതിര മഹോത്സവവും ഇവിടെ ഗംഭീരമായി ആഘോഷിക്കുന്നു. ഉമാമഹേശ്വര പൂജയ്ക്ക് പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രമാണ് അറവക്കാട്ടപ്പൻ ശിവക്ഷേത്രം. ഇവിടെ ഉമാമഹേശ്വര പൂജ ചെയ്താൽ വിവാഹ തടസ്സം മാറും എന്ന് ഭക്തർ അവകാശപ്പെടുന്നുണ്ട്. നിരവധി ആളുകളുടെ വിവാഹം കഴിഞ്ഞതായും ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു. പേര്? എന്റെ പേര് സത്യനാരായണൻ. ഞാൻ ഈ ക്ഷേത്രത്തിലെ മാനേജറാണ്. ഇത് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രം? ഇത് ഏകദേശം ഒരു 500 വർഷത്തിന് മേലെ പഴക്കമുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ ഒരു ചരിത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് വിവരിക്കുമോ? ഇത് കിഴക്കോട്ട് ദർശനമായ ശിവക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ്. ഇത് ഗാരമുനിയാൽ പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠയാണെന്ന് പറയപ്പെടുന്നത്. കാവുങ്കൽ മല ഊരായ്മയിൽ ആണ് ഈ ക്ഷേത്രം ഉള്ളത്. ഇവിടെ വന്ന് പ്രധാനപ്പെട്ട പൂജ എന്ന് പറഞ്ഞാൽ ഉമാമഹേശ്വര പൂജയാണ് ഇവിടെ പ്രധാനപ്പെട്ട പൂജ നടക്കുന്നത്. ഈ വിവാഹം കഴിയാത്ത ആളുകളെല്ലാം
സ്ഥിരമായിട്ട് അതായത് പൂജ കഴിക്കുകയാണെങ്കിൽ വിവാഹം നടക്കും എന്നാണ് ഇവിടെ അനുഭവപ്പെട്ടവർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആഘോഷം, പ്രധാന ആഘോഷം ശിവരാത്രി തന്നെ. പ്രധാന ആഘോഷം ശിവരാത്രി തന്നെയാണ്. അതല്ലാണ്ട് സപ്താഹം നടക്കാറുണ്ട്. ഈ വർഷം തൊട്ടിട്ട് ഞങ്ങൾ തിരുവാതിര മഹോത്സവം എന്ന് പറഞ്ഞിട്ട് നടത്തി ഗംഭീരമായിട്ട് നടത്തുന്ന പരിപാടികളാണ്. ഒരു 5 ദിവസത്തെ പരിപാടിയായിട്ട്. വേറെ എന്തൊക്കെ വഴിപാടുകൾ ഇവിടുത്തെ? വഴിപാട് മെയിനായിട്ട് ഉമാമഹേശ്വര പൂജ, പിന്നെ മൃത്യുഞ്ജയ ഹോമങ്ങള്, എല്ലാ ഹോമങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ ഉപദേവന്മാര് പറയുന്നുണ്ട്, അയ്യപ്പൻ, മഹാവിഷ്ണു, ഗണപതി ഉപദേവന്മാരുണ്ട്. അവർക്കും പ്രധാനപ്പെട്ട പൂജകളുണ്ട്. ആണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ അല്ലേ?